ഹലോ സെൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഒരുപാട് ദിവസമായി വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടല്ലേ. പെരുന്നാളൊക്കെ കഴിഞ്ഞു, നോമ്പൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനിന്ന് കാണിക്കുന്നത് നമ്മുടെ കണ്ണൂർക്കാർ സാധാരണ രാവിലെ പുയ്യാപ്പിളമാർക്കൊക്കെ കൊടുക്കുന്ന ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന 2 തരം സ്നാക്കാണ്. ഇഷ്ടം പോലെ സ്നാക്കുകളുടെ റെസിപ്പികളുണ്ട്. പക്ഷേ ഇത് ഞാൻ കാണിക്കുന്നത് ഇന്ന് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഏതായാലും ഉണ്ടാക്കുന്നതല്ലേ എന്ന് വിചാരിച്ച് ഈ വീഡിയോ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാനിതിന് വേണ്ടിയിട്ട് കുറഞ്ഞ അളവിലേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് 2 പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമുള്ളത് അത്രയും പഴം എടുക്കാം. നന്നായി പഴുത്ത നേന്ത്രപ്പഴമല്ല, എന്നാൽ അധികം പഴുക്കാത്തതുമല്ല, രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു മീഡിയം പഴുപ്പുള്ള പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് തൊലി കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യൂലേ, അതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ സ്ലൈസ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ചെരിച്ച് വേണമെങ്കിൽ ഒരു കോൺ ഷേപ്പിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്യുന്നത്. ചെറിയ പഴമായതുകൊണ്ട് തന്നെ ഇങ്ങനെ കട്ട് ചെയ്യുന്നതാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. 2 പഴവും ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് അതിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു തവയാണ് വെച്ച് കൊടുക്കുന്നത്. അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ സാധാരണ പശുവിൻ നെയ്യില്ലേ, മിൽമയുടെ അങ്ങനെയൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ നാടൻ നെയ്യ് ഏതായാലും മതി. ഞാനിവിടെ ഈ ഒരു ടൈപ്പിലുള്ള നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം, എങ്കിലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നല്ല പോലെ ചൂടായ ശേഷം നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്ത് അതിലേക്ക് പഴം ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഞാൻ എല്ലാ പഴവും ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഭാഗം മുരിഞ്ഞ ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അധികം മുരിയണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം ഹാഫ് കളർ മാറുമ്പോൾ തന്നെ നിങ്ങൾക്ക് തിരിച്ചിട്ട് കൊടുത്താൽ മതിയാവും. ഇതേപോലെ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. നെയ്യുടെ ആ സ്മെല്ലും മണമൊക്കെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഈ പഴമൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് പോലും ഇത് ഇഷ്ടമാവും. ഇപ്പോൾ ഈ ആപ്പിളമാർക്ക് കൊടുക്കുന്ന ചായക്കടി ഞാൻ പറഞ്ഞതിൽ ഇതാർക്കും കഴിക്കാം കേട്ടോ. നമ്മൾ സാധാരണ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ 2 തരം സ്നാക്കിൻ്റെ റെസിപ്പി അത്രയേ ഉള്ളൂ. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മുട്ട എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. മുട്ടയുടെയൊക്കെ അളവൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനൊരു മുട്ട വെച്ച് 4 ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പാൽ കൂടി ചേർക്കുന്നുണ്ട്. പാൽ ചേർക്കുന്നത് കുറച്ച് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. ബ്രെഡ് കുറച്ചും കൂടി സോഫ്റ്റായിട്ട് കിട്ടും പാൽ കൂടി ചേർത്താൽ. എന്നിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരണം. അധികം തരികളൊന്നും ഇല്ലാത്ത പഞ്ചസാരയാണെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും. ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 4 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബ്രെഡ് ഇങ്ങനെ കട്ട് ചെയ്ത് ഷേപ്പാക്കി കോൺ ഷേപ്പിലോ അല്ലെങ്കിൽ ലെവലിലോ ഒന്ന് കട്ട് ചെയ്തിട്ടൊക്കെ എടുക്കാം. ഞാനൊന്നും ചെയ്യുന്നില്ല, ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് പാനിലേക്കൊന്ന് നെയ്യ് ചേർത്ത് കൊടുത്ത് മുട്ടയുടെ മിക്സിലേക്കൊന്ന് ഡിപ്പ് ചെയ്തെടുത്ത് ബ്രെഡ് ഇതേപോലെ ഒന്ന് പാനിലേക്ക് വെച്ച് കൊടുക്കാം. അടുത്ത ബ്രെഡ് കൂടി ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ മുട്ട വേവാതെ വരികയും ചെയ്യും, പിന്നെ അധികം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. മീഡിയം ഫ്ലെയിമിലാകുമ്പോൾ നല്ല ആ പാകത്തിന് കിട്ടുകയും ചെയ്യും, നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഒരു ഭാഗം മുരിഞ്ഞ ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇനി സ്പൈസി ആയിട്ടുള്ള റെസിപ്പികളുണ്ട്, സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പികളും ഉണ്ട്. പഴം വെച്ചിട്ട് ഇഷ്ടംപോലെ സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പികൾ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നത് തന്നെ ഉണ്ട്. നമുക്ക് വൈകുന്നേരമൊക്കെ സാധാരണ നമ്മൾ ഫ്രൈ ചെയ്തും പൊരിച്ചൊക്കെ കൊടുക്കുന്ന കടികളാണല്ലോ സാധാരണ പുതിയാപ്പിളമാർക്കൊക്കെ കൊടുക്കുക. രാവിലെ നമ്മൾ ഈ മുട്ടയൊക്കെ പുഴുങ്ങി കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ബ്രെഡ് ഇങ്ങനെ ടോസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പഴം ഇങ്ങനെ വാട്ടിയിട്ട് പഴം വറുത്തിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ കൊടുക്കുക. അപ്പോൾ പണ്ട് മുതലേ കണ്ണൂർക്കാർ ഇങ്ങനെയാണ്, ഈ ഒരു സ്റ്റൈലിലാണ് സാധാരണ കൊടുക്കാറ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ.
ഇനി രണ്ടാമത്തത് കൂടി ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നെയ്യൊക്കെ ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കും, നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, എന്നാലും ഞാനൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ പഴത്തിൻ്റെ മേലെ ഞാൻ പഞ്ചസാര കൂടി ഇങ്ങനെ വിതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പഞ്ചസാരയും കൂടി കഴിക്കുമ്പോൾ നെയ്യും പഞ്ചസാരയും പഴമൊക്കെ കൂടി നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും എന്നറിയാം. അപ്പോൾ നിങ്ങൾ എന്തായാലും അഭിപ്രായമൊക്കെ പറയുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.